ഞാൻ പാടട്ട് പാടിക്കോ. ഓലത്തുമ്പരത്തേര് ഊഞ്ഞാലാടും ചെയ്ത് പങ്കരിയേ എന്റെ ബാലഗോപാലന് എണ്ണ തേച്ച് മലയിട്ടു വെള്ളം കൊണ്ട് പിടിച്ച് കിങ്ങിനി പോലെ പങ്കരിയേ ഓലത്തുമ്പരത്തേര് ഊഞ്ഞാലാടും ചെയ്ത പങ്കളിയെങ്കേ പങ്കളിയാക്കാന്നാ ഒന്നുകൂടെ പാടമ്മ പാട്ട് അക്ഷര ലിറിക്സ് തെറ്റായിരുന്നു. ഒന്നും കൂടെ പാടിയേ നോക്കട്ടെ. പെണ്ണെ 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 എന്തരമ്മ പെണ്ണെ എന്തരേ പട്ടി അങ്ങ് പോയി. നീ പട്ടിയെ പഴിച്ചു പട്ടി അങ്ങ് പോയി ചത്തി പോയി. ഇനിയിപ്പം വിഷമിച്ച് വെച്ച് പല വന്നതി വേറെ ഒരു പട്ടി വാങ്ങിച്ചാൽ മതി. വേറെ ഒരു പട്ടി വാങ്ങിച്ച് കെട്ടിയാൽ മതി. കൂട്ടിന് കെട്ടിയിട്ടാ മതി. ഇനിയിപ്പോ എന്താ ചെയ്യണ? എനിക്കന്ന് രാത്രി കിടന്നപ്പള്ളി വിളിച്ചു ഞാൻ അയച്ചു നോക്കി ചേച്ചിടാതാ അതിന്റെ ഇവിടെ നോക്കിയപ്പോ കണ്ട് ഇത് തന്നെ. അപ്പൊ ജയിച്ചു വന്ന് കേൾക്കാണ്ട് എന്തൊരു പട്ടിയെന്ന് ഇതാണ് കിടന്ന് വിളിച്ചത്. അതിന്റെ ആ വിഷമിച്ച് ഇരിക്കുന്നതിന് ഞങ്ങളെ അങ്ങ് പോയി പോട്ട് ഇനി വേറെ കാര്യം പട്ടി വാങ്ങിച്ച് കെട്ടിയാൽ മതി കുട്ടിയെ. ഇനി വാങ്ങല് നിർത്തി അമ്മ, വാങ്ങല് നിർത്തി. ഉള്ള പട്ടികളെ നോക്കും വളർത്തും നിർത്തി. എനിക്ക് വയ്യേ, ഞാൻ മടുത്തു. മക്കള് മാറിക്കൂടെ അച്ഛൻ മടുത്തു. ഒന്നിനെ വാങ്ങിച്ച് കെട്ടിയ നിർത്തിയാ മതി. ഒരു പട്ടിക്കുട്ടിയെ വാങ്ങിച്ച് നിർത്തിയാ മതി. ഈ പപ്പായി ഓടിഞ്ഞു വരുന്ന പപ്പായൻ കിടക്കണ. പപ്പായയിൽ എന്തോ ചെയ്ത കോവണ്ടമ്മ. പപ്പായയുടെ മണ്ട മുഴുവൻ പട്ടുപോയാണ്ടോ. അതിന്റെ പുറത്ത് എന്തോ സംഭവിച്ചു. ആര് അവന്റെ വേല വരി വേലയാണ് അവളെ വേലയാണ്. അവളെ പറക്കാനുള്ള എന്തിനാ കൊണ്ടുവന്ന് മോളിൽ കൂടെ തട്ടിച്ചോട്ടെ. അപ്പം വേണോ കുഞ്ഞക്ക്? അവരപ്പവും കറി എടുത്തിട്ട് അത് തന്നെ അവളെ വേല തന്നെ. അവള് മഹാകല്യാണ്. നല്ല കൊഴുകുഴ വന്ന പപ്പായാണ്. ആ പപ്പായ നല്ല കൊഴുകുഴ വന്ന് നിറച്ച് കായൊക്കെ വന്നേണ്. അതിന്റെ കായ് തളിരില് എന്തോ സംഭവിച്ചു. അത് പട്ടുപോയാണ്ടാ ആ പപ്പായ. എന്റെ മണ്ട അതുകൊണ്ട് നിക്കുന്ന പപ്പായ എന്താ അതുകൊണ്ട് അവിടെ നിൽക്കുന്ന അവള് വലിയ വെച്ച് തളിച്ചാണ്. അവള് വലിയ വെച്ച് തളിച്ചാണ്. അറിഞ്ഞൂടമ്മ. തളിക്കണമെങ്കിൽ തളിക്കട്ട്. എന്തായാലും ഈ ചെടിയേയും ഇതിനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ആൾക്കാർക്ക് സന്തോഷങ്ങൾ കിട്ടണമെങ്കിൽ കിട്ടട്ട്. നമുക്ക് ഇതിനകത്ത് എത്രയോ പപ്പായ വേറെ നിൽക്കണം. ഞാൻ പപ്പായ്ക്കും കൂടെ വെട്ടിമുറിക്കണം. നല്ല പുഷ്ടിച്ച് വന്ന പപ്പായ വരുന്നു. ആദ്യമായിട്ട് വീണ കായാണ്. നല്ല പുഴപുഴാന്ന്. നിങ്ങൾ അന്നത്തെ വീഡിയോയിൽ കണ്ടു കാണുമല്ലോ. നമ്മൾ അങ്ങോട്ട് ഇറങ്ങിയപ്പോ പപ്പായ ഉണ്ടായിരുന്നു. എന്ത് പറ്റിയെന്ന് അറിയത്തില്ല. ഇടി വീണതുപോലെ പെട്ടെന്ന് അതിന്റെ മണ്ട കൊണ്ട് ഇങ്ങനെ പട്ടുപോയി. അത് പൊങ്ങി വരാതിരിക്കാനായിട്ട് എന്തോ സംഭവിച്ചതാണ്. പക്ഷെ ഇടിയൊന്നും എന്തായാലും ഈ ഇടയ്ക്ക് വീണിട്ടില്ല. എന്ത് സംഭവിച്ചോ? ഇടയ്ക്ക് നമ്മളെ ഈ കുരുമുളകിന്റെ വീഡിയോ ഇട്ടപ്പോഴത്തേക്ക് ആരോ കമന്റ് ചെയ്തിരുന്ന അവരയൽക്കാരങ്ങണ്ട വിഷം എന്തോ തളിക്കും. എന്തൊരു സൗണ്ട് എന്തരടാ വിഷം എന്തോ തളിക്കും. അങ്ങനെ പട്ടു പോണം. എനിക്ക് അറിഞ്ഞുകൂടാ. എന്തെങ്കിലുമൊക്കെ തളിക്കുന്നതാണ് പട്ടു. എന്തായാലും പട്ടുപോകാൻ സാധ്യതയില്ല. മൂട്ടീന്ന് നല്ല പച്ചയായിട്ട് നിൽക്കുന്നുണ്ട്. മണ്ടയില അതിന്റെ ആ തിളിർപ്പ് ഭാഗവും കരിഞ്ഞു തുടങ്ങി. അവിടെ എന്റെ കൂടെ എന്തെല്ലാം വെച്ച് കാണും. വീട്ടമ്മ വീട് വെച്ചുകൊണ്ട് വീഴ്ത്തിയിട്ടുണ്ട് എന്റെ മണ്ടേന്ന്. പടിഞ്ഞിന്റെ മണ്ടേന്ന് അറിയത്തില്ല. നമ്മൾ കാണാതെയും കേൾക്കാതെ ഒന്നും പറയാൻ പാടില്ല. നിനക്ക് ഇവിടെ ഒന്നും അറിഞ്ഞുകൂടാത്തോണ്ടാണ്. ആ കുരുവിളവിനെ വീണ്ടും അവിടെ തടയില് പോട്ടെ പോട്ടെ. എനിക്ക് ഞാൻ ഇവിടെ പോണേന്തിന് വഴക്കോളെ
നിന്റെ പറഞ്ഞ കേക്കില്ല. നീ അവിടെ പോവും. നീ അവരുടെ പോണതിന് കാര്യം പറയേ. നീ അവരുടെ കാര്യം പറയാൻ നിനക്കൊള്ള. നിനക്ക് വേറെ പെണ്ണുങ്ങൾ ആരുമില്ലേ? നിനക്ക് അവളെ കാണാൻ കുറെ കാര്യം പറിച്ചില്. അത് ഞാൻ അവള് കൂടുതൽ കാണിക്കണം. ഓരോന്ന് പറയണത് നീ അവളോട് പോവല് ഒന്ന് പറയാ. അവള് ഭയങ്കരിയാണ്. ഓ ശരി. അവള് ഈ കരിയപ്പര ഇന്നവരെ അവള് കാണിച്ചില്ലേ? ആ മരത്തിന് എല്ലാത്തിന് കച്ചവടവും ആ മുരിഞ്ഞ ആ എല്ലാ ഇവിടെ കാണിച്ചില്ലേ? പാപ്പായിക്ക അതില് കയറി. നീ ഓണം വന്ന് എന്ന് എത്താറായി. അന്ന് ഓണത്തിന് വിഷമിച്ചിരിക്കാനും നീ വല്ല വേലയിലും ചെയ്യണം. നമ്മളെ ഓണത്തിന് ഇപ്രാവശ്യത്തെ ഓണത്തിന് നമ്മളെ പിങ്കി ഇല്ലല്ലോ. പിങ്കിയില്ല. ഇനി ഒരു ബാഗ് പിങ്കി വാട്ടി ഓട്ടി വാങ്ങിച്ചാൽ മതി. എനിക്ക് വയ്യ, ഞാൻ നിർത്തിയ പട്ടിയും വാങ്ങണില്ല. നിനക്കതെന്ത് ഒരു പിങ്കി പോട്ടി കുട്ടി വാങ്ങിച്ചാൽ മതി. അത് വീട് ഇടുമ്പോഴത്തേക്കും പിള്ളേര് വിലയൊക്കെ ചോദിക്കുമ്പോ അവരുടെ പാരന്റ്സ് പറയും വീട്ടില് പട്ടി വളർത്തിയിട്ടുണ്ടായിരുന്നു, ചത്തുപോയതുകൊണ്ട് അവരുടെ അച്ഛന് താല്പര്യമില്ല, അപ്പൂപ്പന് താല്പര്യമില്ല എന്നൊക്കെ പറയും. പക്ഷെ സത്യം പറഞ്ഞാൽ നമ്മൾ ആ ഒരു ഫീലിങ്സ് മനസ്സിലാക്കാൻ എപ്പോഴാണ് നമ്മുടെ പിങ്കി എന്ന് പറഞ്ഞാൽ നമ്മുടെ ആദ്യത്തെ പട്ടിയാണ്. ആദ്യത്തെ എന്ന് പറഞ്ഞാൽ ഒരു പട്ടിക്കുട്ടി വാങ്ങിച്ചാൽ മതി. നന്ദന് 1 വയസ്സും 3 മാസം കൊണ്ടായിട്ട് നമ്മൾ കൊണ്ടുവന്ന പട്ടിയാണ് പിങ്കി. അത് എന്നുവെച്ചാൽ അന്ന് നിങ്ങൾക്ക് ഇപ്പൊ ഏരിയ മനസ്സിലായിട്ടുണ്ട്, അവിടെ കളിക്കാനോ ചിരിക്കാനോ ഒന്നും ആരുമില്ല. നമ്മളെ മതിലിനകത്ത് നമ്മൾ മാത്രം, അങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ട് ഇവൻ എപ്പോഴും മണ്ണിലും അവിടെയൊക്കെ കളിച്ച്, അവനാണെങ്കിൽ ഓരോന്നിനും ബുദ്ധിമുട്ടുണ്ട്. റബ്ബറിൽ കളിച്ചുകൂടായിരുന്നു, അന്ന് അലർജി വരും, അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടായ ഒരു കാലം. അങ്ങനെയാണ് എന്തോ വരട്ടെന്ന് എഴുതിയിട്ട്, എന്നിട്ടും ഇവിടെ ഹെയർ പ്രശ്നമൊക്കെ ആവും, അവൻ ഇൻഫെക്ഷൻ ആവും, ഹെയർ പ്രശ്നമാവും എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ മടിച്ചതാണ്. ഞാൻ സമ്മതിച്ചേ ഇല്ല പട്ടി എടുക്കുക. അപ്പൊ ചേട്ടൻ പറഞ്ഞില്ല ഒരെണ്ണം കിടക്കട്ടെ. അങ്ങനെ ഒരു മെയിലിനെ എടുക്കാൻ പോയപ്പോ മെയിലിനെ കിട്ടിയില്ല. അങ്ങനെയാണ് ഈ ഫീമെയിൽ പിങ്കി എടുത്തത്. പിന്നെ അതൊരു വേറൊരു ലോകം വരുന്നു. യവനുമായിട്ട് എപ്പോഴും എന്തരടാ വിനാഗിരി ചേർത്താണോ അല്ലേ? നോക്കിയാണ് രണ്ടെണ്ണ കൊച്ചിന് കൊടുത്താടാ. അപ്പം തിന്നുന്നുണ്ടോ ഇല്ലയോ? രണ്ടെണ്ണ കുഞ്ഞിന് കൊടുത്തോ? അങ്ങനെ പിന്നെ വേറെ എന്നുവെച്ചാ എനിക്ക് താല്പര്യമില്ലായിരുന്നു പെൺപട്ടി ആയതുകൊണ്ടൊക്കെ. പക്ഷെ ഭയങ്കരമായിട്ട് നമ്മളെ ഇഷ്ടം, നമ്മളെ സ്നേഹിച്ച് നമ്മളെ പുറകെ നടക്കും, കൊന്നുകളയും നമ്മളെ സ്നേഹിച്ച്. അങ്ങനെ അവളിൽ നിന്നാണ് പിന്നെ നമ്മള് പട്ടികളുടെ എണ്ണം കൂട്ടി അവളെ ആദ്യം നമ്മൾ ബ്രീഡ് ചെയ്തില്ല. അങ്ങനെ ഒരു വട്ടം ചേട്ടൻ ഒരു ആഗ്രഹം, പെൺപട്ടിയല്ലേ ബ്രീഡ് ചെയ്ത് അതിന്റെ കുഞ്ഞുങ്ങൾ എടുക്കാം. അപ്പൊ ആദ്യത്തെ പ്രസവത്തിൽ 6 കുഞ്ഞുങ്ങളെ കിട്ടി. അവൾ 6 കുഞ്ഞുങ്ങളിൽ നിന്നാണ് നമ്മൾ ഡോറയെ വാങ്ങിച്ചത്, മിക്കിയെ വാങ്ങിച്ചത്, അങ്ങനെ എല്ലാരെയും വാങ്ങിച്ചത് അവളെ മക്കളെ ഇട്ട പൈസക്കാണ്. അല്ല സെക്കൻഡ് തേർഡ് ഫോർത്ത് ആയതിന് നമ്മൾ അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ പ്രസവത്തിൽ അവള് 2 വട്ടം പ്രസവിച്ചു. 2 അല്ല, അവള് 4 വട്ടം പ്രസവിച്ചു. പക്ഷെ രണ്ടാമത്തെ പ്രസവത്തില് നമ്മള് സ്വീറ്റിയെ നിർത്തി. അവളുടെ ഒരു കുഞ്ഞിനെ വേണമെന്ന് പറഞ്ഞ് സ്വീറ്റിയെ നിർത്തി. അതാണ് സ്വീറ്റി. മൂന്നാമത്തെ പ്രസവത്തില് അവൾക്ക് 7-8 കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. എല്ലാം ഡെത്തായി. പ്രസവിച്ച് നമ്മുടെ കയ്യിൽ വന്നിട്ടാണ് ഡെത്ത് ആവണേ. ജീവനോടെ കയ്യിൽ കിട്ടും, ഡെത്ത് ആവും. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ വിചാരിച്ചു അവളെ പ്രസവിക്കാനേ വിടണില്ല. കാര്യം നമുക്ക് വയ്യ, എന്നുവെച്ചാൽ കയ്യിൽ കിട്ടി ചാകുന്ന കാണുമ്പോൾ ഭയങ്കര സങ്കടം. അത് കാണാൻ വയ്യാത്തോണ്ട് നമ്മൾ ഇനി അവളെ പ്രസവിപ്പിക്കില്ലാന്ന് പറഞ്ഞു. അങ്ങനെ ഇരുന്നപ്പോ നമ്മളെ ഡോറ പ്രസവിച്ച്, സ്വീറ്റ് പ്രസവിച്ച്, മിക്കി പ്രസവിച്ച്, എല്ലാരും കൂട്ടിലും പോയി കയറി ചെല്ലി. അവളൊരു അമ്മയുടെ ആ ഒരു ഭയങ്കര ഒരു മെച്യൂരിറ്റി ഉള്ള ഒരു വീട്ടിലെ അമ്മുമ്മ എങ്ങനെയാണ് അതുപോലെയാണ് അവള്. എല്ലാ കൂട്ടിലും ചെന്ന് കയറി, എല്ലാരും വരട്ടി ഒട്ടിക്കും, സ്വീറ്റ് മാത്രം ഓട്ടിക്കൂല. അങ്ങനെ ആയപ്പോഴത്തേക്കും ഞാൻ ചേട്ടനോട് പറഞ്ഞു ഒരു വട്ടം കൂടെ അവളെ ഒന്ന് പ്രസവിക്കണം, അവൾക്ക് ഒരു അമ്മ അവനോട് കൊതി കൊണ്ടാണെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങള് പിന്നെ എന്തായാലും വരട്ടെ എന്ന് പറഞ്ഞിട്ട്, ചേട്ടന് താല്പര്യമില്ലെന്ന്, കാര്യം ഡെത്താവൂന്ന് ചേട്ടന് ഉറപ്പായിരുന്നു. പക്ഷെ എന്നാലും എന്റെ ഒരു ആഗ്രഹം കൊണ്ട് നമ്മൾ ഒന്നും കൂടെ പ്രസവിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു വട്ടം കൂടെ അവളെ വിട്ടു. പക്ഷെ അതില് 12 കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. അതില് 10 കുഞ്ഞുങ്ങൾ വന്നിട്ട് 2 കുഞ്ഞുങ്ങൾ വന്നില്ല.
അതിനെ പിന്നെ നമ്മൾ കൊണ്ടുവന്ന് സിസേറിയൻ ചെയ്തെടുത്ത് ആ 2 കുഞ്ഞുങ്ങളുടെ ഡെത്തും ആയി, ഈ 10 കുഞ്ഞുങ്ങളും ഡെത്തായി. ഭയങ്കര സങ്കടമായി പോയി. പോട്ടെ, എന്ന് കഞ്ഞിട്ട് എന്തൊരു ഫലം. നമ്മളൊക്കെ സങ്കടപ്പെട്ടല്ലേ. ഇനി ഒന്നിനും വാങ്ങിച്ചാതെ ഒരു പുതിയ പാട്ടിക്കൊട്ടി വാങ്ങിച്ചാതി പുതിയ ഒന്ന് നല്ല തന്നെ ഒന്ന് വാങ്ങിച്ചാതി വാങ്ങിച്ച് ഇവിടെ നിർത്തി നീ ഓണത്തിന് സദ്യയൊന്നും വയ്ക്കൂലേ? നീ ഓണത്തിന് സദ്യയൊന്നും വയ്ക്കൂലേ? നീ പട്ടിച്ചാത്തൊന്നും പറഞ്ഞ് സദ്യയൊന്നും വയ്ക്കാതിരിക്കണ്ട. നീ പട്ടിച്ചാത്തി ചാത്തിയാന്ന് പറഞ്ഞുകൊണ്ട് സദ്യയൊന്നും വയ്ക്കണ്ട. നീ എന്തോ നീ നക്കിനൊക്കെ ഇരിക്കാതെ ആ പെണ്ണിനെ ഇങ്ങോട്ട് ഇറക്കിയാൽ എന്തെങ്കിലും അപകടം ഉണ്ടാക്കാണ്ട്. കയ്യിലെന്തൊരു പറ്റിയാ? കയ്യിലെന്തൊരു പറ്റിയാ? കൈ രാവിലെ പിച്ചാത്തി കയറി കൊണ്ടുവന്നേ. പിച്ചാത്തി കയറിക്കൊണ്ട് കയ്യില്? നീ കൈ കൊടുത്താ? എന്റെ കയ്യിലൊന്നും ഒന്നും കൊണ്ടില്ലേ. എന്റെ കയ്യില് കഥവിക്കാറ് കൊണ്ട് എന്റെ കൈ വയ്യ. എങ്ങനെ കൊണ്ടാ? പിടികൂടി. ആരുടാ? അവന്റെ കൂടാ. എന്റെ കൂടെ പിടികൂടും പോലെ ചെന്ന് പിടികൂടി കൊടുത്തല്ലേ? ഗ്രില്ലിന്റെ ഇടയിൽ കയറി അല്ലേ കൈ? ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. എന്റെ മത്സരിക്കും പോലെ മോന്റെ കയറി മത്സരിച്ചു കൊടുത്തേട്ടോ. അതാണ് ഇങ്ങനെ ഇരിക്കുന്ന വേറെ വലിച്ചെടുക്കാൻ പോയി. അങ്ങനെ മൈൻഡ് ചെയ്യൂല. ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അവൻ കൊള്ളാം. അവൻ്റെ കൂടെ അടികൂടാൻ പറ്റൂല നമുക്ക്. അവൻ്റെ കൂടെ കിടന്ന് പിടിക്കാനൊന്നും പറ്റൂല. എന്റെ കിടന്ന് പിടിക്കുവല്ല. അവൻ്റെ കിടന്ന് പിടിക്കാനൊന്നും പറ്റൂല. പിന്നെ അവൻ്റെ കൂടെ എന്തിനാണ് പിടിക്കാൻ പോണത്? മര്യാദക്ക് ഒരൊക്കെ തിരുന്നാ പോരെ. നിങ്ങൾക്ക് ആരെങ്കിലും തോളിക്കയറണമെന്ന് പറഞ്ഞുകൊണ്ട് കാണുന്ന വല്ല നടക്കണ കാര്യമാണ്. അത് നിങ്ങളെ മോന്റെ എവിടെ? അത് മോന്റെ അടുത്ത് ആരുടെയെങ്കിലും രാജ്യം കാണിക്കണം. അങ്ങനെ ഇരിക്കാൻ അങ്ങനെ ഇരിക്കുമ്പോ ആരുടെയെങ്കിലും ദേഷ്യം കാണിക്കുമ്പോ ഇങ്ങനെ ഇരിക്കും. വിരളൊക്കെ ഇങ്ങനെ ഇരിക്കും. എവിടെ നോക്കട്ടെ. ഈ വിരട് അത് ഇങ്ങനെ ഇരിക്കും. നല്ല സുഖമുണ്ടല്ലോ. വേദന ഉണ്ടാന്നേ? വേദനയുണ്ട്. കുഴപ്പമില്ല. അതിന് സാരം ഒരു ചതവ് ഓടി പോവായിരിക്കും. വേണം. ഇതിന് മര്യാദക്ക് ഇരുന്നാ പോരായിരുന്നാ? തിന്നുമ്പോ കൊളസ്ട്രോള് കൂടും. കൊഴുപ്പ് കൂടുമ്പോ ആരെങ്കിലും നെഞ്ചത്ത് കയറും. ഇപ്പൊ മോളുള്ളോണ്ട് ഇപ്പൊ ഞാൻ രക്ഷപ്പെട്ട്. ഇപ്പൊ ഇങ്ങോട്ട് വരൂല തള്ളാൻ. ഞാനെനിക്ക് കൊണ്ടുകൊണ്ടിരിക്കും. അവനാണെങ്കിൽ തിരിച്ചു തരും. അത് തന്നെ കുഴപ്പമാണ്. നിങ്ങൾക്കാണെങ്കിൽ തിരിച്ചു കിട്ടുന്നിടത്ത് നിങ്ങൾ പോകൂല. നിങ്ങൾക്ക് അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. നിങ്ങൾ കൊണ്ടോണ്ടിരിക്കണയിടത്തേ കയറുള്ളൂ. തിരിച്ചു കിട്ടുന്നിടത്ത് നിങ്ങൾ പോകൂല. മനസ്സിലായില്ലേ? നിങ്ങളെ പഠിച്ചാൽ നിങ്ങളെ കൊണ്ടുപോകാൻ നല്ല എളുപ്പമാണ്. പിന്നെ നമ്മക്കേ നമ്മൾ ഈ തിരിച്ചതല്ലാത്തതെന്ന് പറയുന്നത് അമ്മ എന്ന് പറയുന്നൊരു ബഹുമാനമുണ്ട്. മനസ്സിലായ? വേറെ വല്ല മരുമോളായിരുന്നെങ്കിൽ വൃത്തി വാങ്ങിച്ച് പിടിച്ചനായിരുന്നു. പറയണില്ല. ഇങ്ങനെ പൊക്കിക്കൊണ്ട് നടക്കാനേ പറ്റുള്ളൂ. എണ്ണ ഇട്ടെന്നല്ല കുറഞ്ഞില്ലേ? കുറഞ്ഞല്ല. നല്ല നീരുണ്ടായിരുന്നല്ല. എണ്ണ ഇട്ടാണ് കുറഞ്ഞ. ആ എണ്ണ ഉണ്ട്. നീര് കുറഞ്ഞിതാണ്ടോ. ഇങ്ങനെ അല്ലായിരുന്നല്ല. നല്ല നീരായിരുന്നു. എന്താ ആ ഞരമ്പെണ്ണ എടുത്താണ്. അപ്പൊ ആ സവാള ഇതിട്ട് തിന്നത് നല്ല ടേസ്റ്റ്. ഇപ്പൊ നാവിന്റെ തുമ്പത്തിരിക്കുന്നത്. ഇവനൊരു സൂക്കേടുണ്ട്. സവാളയിൽ കുറച്ച് വിനാഗിരി ചേർത്ത് ഉപ്പും കൂടെ ചേർത്ത് അല്ലെങ്കിൽ നാരങ്ങ അങ്ങനെ കഴിച്ചുകൂടാ. വയറിന് പ്രശ്നമാണ്. പക്ഷെ നല്ല ടേസ്റ്റ് ആണ്. ഞാൻ ഇത് അങ്ങ് വെട്ടി കളഞ്ഞാണ്. അതിനിപ്പോ വെട്ടിക്കള. അതിന് വെട്ടിക്കളാനേ പറ്റുള്ളൂ. അല്ല അതിന് എന്ത് ചെയ്യാൻ? അത് കൊള്ളായിരുന്നു. കുഞ്ഞെന്താ അപ്പം കഴിച്ചാ? കൈ കാണിക്കും. ഇതല്ലേ അമ്മ, ഞാൻ ഇതിനെക്കാട്ടി കിടലങ്ങളിലെ സാധനങ്ങളുണ്ടാകും.
നാളെ അച്ചാറില് മീൻകറി ഒഴിച്ചായിരിക്കും. നമ്മളെ ഇന്നലെ ഓഗസ്റ്റ് 21 ഇന്നലെ നല്ല ഹാപ്പി ആയിട്ടുള്ളൊരു ദിവസമായിരുന്നു സത്യം പറഞ്ഞ. നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇന്നലെ 10 വർഷം കംപ്ലീറ്റ് ആയി. എന്താണെന്ന് അറിയാമോ നീ? ഇന്നലെ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് 10 വർഷമായി. 10 വർഷമായ നീ 10 കൊല്ലം എനിക്ക് എന്റെ തല്ലുകൊണ്ടല്ലേ? 10 കൊല്ലം എനിക്ക് നീ എന്റെ തല്ലുകൊള്ള എന്റെ 10 കൊല്ലം തല്ലുകൊണ്ട് അത് എത്തിച്ച്. ഇനി എന്ത് വേണം കുഞ്ഞിക്ക്? പിന്നെ എന്താ ഉള്ള സ്ഥലത്തല്ലേ ഇരിക്കണ? ഒരു കാര്യം ചെയ്യും, എന്റെ തലേ കറിയിരിക്കണേ. മാവന്റെ മടി, എന്റെ മടി. അങ്ങനെ ഇന്നലെ നമുക്ക് 10 കൊല്ലമായി. ശരി എന്നാ 10 കൊല്ലമായിട്ട് തല്ലുകൊള്ളണം. 10 കൊല്ലമായി. നല്ല സന്തോഷമുള്ള ദിവസം വരുന്നു. പക്ഷെ പിങ്കിയുടെ ആ ഒരു മരണം നമ്മളെ അങ്ങ് നന്നായിട്ട് വേദനിപ്പിച്ചു. നമ്മൾ ആരും ഒന്നും ഇന്നലെ ഫുഡൊക്കെ നമ്മള് വെച്ചില്ല, ഒന്നും വെച്ചില്ല. 10 കൊല്ലമായി. നല്ല സന്തോഷത്തോടെ 10 വർഷമല്ലേ ആഘോഷിക്കേണ്ട. കേക്കൊക്കെ മുറിച്ച് ആഘോഷിക്കാന്നൊക്കെ കരുതിയപ്പോഴത്തേക്കും അവളെ മരണം ആകെ വിഷമിപ്പിച്ചു. അവിടെ ഇന്നലെ കേക്ക് മുറിച്ചില്ല, അങ്ങനെ ഒന്നും ഒരു ആഘോഷമില്ല. രാത്രി 10:30 ഒരു സ്റ്റാറ്റസ് എങ്കിലും ഇട്ടത് ഫേസ്ബുക്കിലാ വാട്സപ്പിലാണ്. കാര്യം പറ്റിയില്ല, ഭയങ്കര സങ്കടമായിപ്പോയി. നല്ല സന്തോഷമുള്ള ഒരു ദിവസം ഭയങ്കര സങ്കടമായിപ്പോയി. ഇനിയിപ്പോ എനിക്ക് എപ്പോഴും എന്റെ വെഡിങ് ആനിവേഴ്സറി എനിക്ക് അതായിരിക്കും ഓർമ്മ വരുന്നത്. ഫസ്റ്റ് എനിക്ക് ഓർമ്മ വരുന്നത് ഇതായിരിക്കും, പിങ്കിയുടെ ആ ഒരു വേർപാടായിരിക്കും. ഞാൻ ഇവിടെ നീ പൊക്കമുണ്ടല്ലോ, ഇവിടെ മക്കൾ ഇവിടെ ഇപ്പൊ ഓക്കെ. അമ്മയുടെ വീഡിയോ എന്താ? എന്റെ ഓണം പരിപാടിയായിരുന്നു. ഓണം പരിപാടിയാ അതോ ഓണപരിപാടിയാ? അല്ല, പൂക്കള്. അതേ ഓണം പരിപാടി ഓണപരിപാടി ഒന്നും തന്നെ. പിന്നെ ഒരു പാട്ട് പാടിക്കോടി. നാളെ എന്താഴ്ച? നാളെ എന്തൊരാഴ്ച പറയും പോലെ ഞായറാഴ്ചയാന്ന് തോന്നുന്നു. നാളെയാണ് എന്റെ കുഞ്ഞൊരു പാട്ട് തിങ്കളാഴ്ച മറ്റന്നാ ഓണമായി. കണ്ടില്ലേ നാടിൻ കൊടിയല്ലേ, മേലെ കുങ്കുമ നിറമാണ്, താഴെ കാണാം പച്ച നിറം, ഇടയിൽ വെള്ള നടുക്കായി, ഇതിൽ ചക്കരമുണ്ടല്ലോ, പൂക്കുക സാധാര നീക്കൊടിയെ, കാക്കുക സാധാര മാതാവേ. അമ്മ ഇടയ്ക്ക് പറഞ്ഞല്ലോ ആരൊക്കെ പാട്ട് പാടുന്നത്? ഓണം വന്നല്ലോ, ഊഞ്ഞാലിട്ടല്ലോ, ഓടിയോടിട്ടല്ലോ, പന്ത് കളിച്ചല്ലോ, കൂട്ടുകാരെ കണ്ടിയോടെ മുമ്പേ ഉണ്ണി പന്ത് കളിച്ചല്ലോ, തടി മറിഞ്ഞല്ലോ. കുഴപ്പമില്ല, നമുക്ക് കോംപ്രമൈസ് ചെയ്യാം, അഡ്ജസ്റ്റ് ചെയ്യാം. ആരൊക്കെ പറഞ്ഞ പാട്ട് പാടുന്നു? ഞാൻ പാടട്ട് പാടിക്കോ. ഓലത്തുമ്പരത്തേര് ഊഞ്ഞാലാടും ചെയ്ത് പങ്കരിയേ, എന്റെ ബാലഗോപാലന് എണ്ണ തേച്ചപ്പോ മലയിട്ടു വെള്ളം കോരി പിടിച്ച് കിങ്ങിണി പോലെ പങ്കരിയേ. ഓലത്തുമ്പരത്തേര് ഊഞ്ഞാലാടുന്നില്ല പങ്കരിയെങ്കേ പങ്കളിയാക്കാനാ. ഒന്നുകൂടെ പാടാം ആ പാട്ട്. ആക്ച്വലി ലിറിക്സ് തെറ്റായിരുന്നു, ഒന്നും കൂടെ പാടി നോക്കട്ടെ. ഓലത്തുമ്പത്തിലെ ഊഞ്ഞാലാടിച്ചില്ല പങ്കളിയേ, എന്റെ ബാലഗോപാലനെ എണ്ണ ജീവൻ മലയിട്ടു വെള്ളം കോരി കുളിപ്പിച്ച് ഇങ്ങനെ പോലുള്ള പങ്കരിയേ, വെള്ളം കോരി കുളിപ്പിച്ച് അങ്ങനെ പോലുള്ള പങ്കരിയേ, ബാലഗോപാലൻ എണ്ണ തേക്കുമ്പോ ബാലേറ്റു. നേരത്തെ വേറൊരു പാട്ട് പാടും, മൈലാഞ്ചിയുടെ പാട്ട് പാടും. മൈലാഞ്ചിയില് മൈലാഞ്ചി
ഭൂമുഖവാദിക്കൾ സ്നേഹം വിളക്കുന്ന ആ പാട്ട് പാടും. ഊമയ്ക്കവാതിൽ നിറച്ചു പൂഞ്ചവത്തിന് ഭാര്യ തിന്നുന്ന വരി ഭാര്യ ഓമകൾക്കൻ സ്നേഹം വിടർത്തുന്നവോ നിങ്ങളാടുന്ന പാട് പാട് അവരിങ്ങനെ പാടട്ടെ പാട്. ഓമകൾക്കൻ ദാരും വിടർത്തുന്ന സ്നേഹം നിറഞ്ഞെന്നു ഭാര്യ. അങ്ങനല്ല തെറ്റ്, അവർക്കറിയാം അവര് പാടട്ടെ പാട്. ഭൂമിക്ക് വാതിൽ സ്നേഹം നിറച്ചൊരു ഭൂമിക്ക് വത്തുന്നു ഭാര്യ കിങ്ങിണി പോലുള്ള പങ്കിലി പോലെ പങ്കിലിയായി. എല്ലാത്തിനും കിങ്ങിണി പറഞ്ഞതിന്റെ കാര്യം എന്തിനാണ്? കിങ്ങിണി ഇല്ലാത്തൊരു പാട്ടില്ലേ അമ്മ നിങ്ങക്ക്? ചുമ്മിനെ പോലെയുള്ള പങ്കിലി പോലെ പങ്കിലിയായി. ഞാൻ പാടട്ടമ്മ, പാട്. ഞാനും പിന്നെയും പാടാം. പാട്. ഏത് പാടും? കല്യാണി കല്യാണി നീ പാട്. അങ്ങനെ 2 ദിവസം കഴിയുമ്പോഴത്തേക്കും ഓണമായി. ഓണം ഇങ്ങ് എത്തി. നമ്മളാ വെഡിങ് ആനിവേഴ്സറി അറിഞ്ഞല്ലോ. നമ്മൾ ഇതുപോലെ ഒരു ഓണ സമയത്താണ് നമ്മളെ കല്യാണം കഴിഞ്ഞത്. കല്യാണം കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ ഓണമായി. ഒരു കാലം. ഇന്നത്തെ ആ ഒരു 10 വർഷം മുന്നേ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ പോലെ അല്ലല്ല. ഇത് വേറൊരു വൈബല്ലേ അന്നത്തത്. അന്ന് ആ ആഘോഷം, ഇന്ന് ഇപ്പത്തെ ന്യൂജൻ ആഘോഷം. ഇവരൊക്കെ കാലത്ത് ആഘോഷം കാണോ എന്തോ. ആ അത് തന്നെ. ഇപ്പൊ അത്തപ്പൂക്കളില്ല, റോട്ടിൽ ഇറങ്ങിയിട്ട് കണ്ടിട്ടില്ല. അത്തപ്പൂക്കളം കണ്ട അമ്പലമുക്കില് പെയിന്റ് വെച്ച് ഒരു അത്ത മാത്രം. അതാണ് അത്തപ്പൂക്കളില്ല. ഞാൻ പാടട്ടെ മാറി കല്യാണി കണ്ടപ്പോ അടിവാരത്തിലും മഞ്ഞുള്ള അഗ്നി പാടില്ലേ എന്റെ ശരി. അത് കണ്ടപ്പോ അയ്യോ നെഞ്ചിലൊരാവി കരിമിഴികളെ കളവാണിക്ക കൂന്തല് കണ്ടപ്പോ കണ്ണത് ഉടക്കി ഇരിക്കുന്ന പെണ്ണെ കല്യാണി നിന്റെ പാർത്ത എന്തെന്ന് കുടിക്കണ്ട കണ്ണില് വെൽവന്ന് കണ്ണില് മയങ്ങണ്ട കാലിൽ കൊല്ലു കുടിക്ക് അരകില മനപ്പട്ടി കിടക്കു വളരികന്റെ മോഹം ഒഴുകുന്നു നോക്കല നീ ഉയർത്തി നോട്ടത്തിൽ മണകത് ചങ്ങത് പടക്കണ നോക്കല നീ ഉയർത്തി. ആ ഇടിമിന്നലാടി നിനക്കത് പേടി കരകടി ചോടി അടുത്തിന് വാടി കവിളുകൾ പാടി അരപ്പത്ത് കയറുന്ന മൊഴികളെ സുഖം രാമത്ത് കയറി പെരമുകളിലെ ചെടിച്ചിറകി ഒഴുകുന്ന പരമാനന്ദര സുഖമത് തേടുന്നു മോഹങ്ങൾ കവിതകളാകുന്നു അത് അറിയാതെ നെഞ്ച് പടക്കുന്നു കണ്ണാടി വെള്ളാരം കണ്ണുള്ള ചേലത്തമേലുള്ള പെണ്ണേളെ മുടിയുള്ള കാണാൻ അഴകുള്ള നിലമിഴിയുള്ള പെണ്ണേനെ ശൃംഗാരി കരിമണിയുള്ള കളവാണിക്ക കൂന്തല് കണ്ടപ്പോ കണ്ണത് മുടക്കി ഇരിക്കുന്ന പെണ്ണെ കല്യാണി നിന്ന പാർത്ത് പുള്ളി എന്നത് മതിയോ? നിർത്തിയോ? ഞാൻ ഇപ്പോഴത്തെ പാട്ടുകൾ അമ്മ, ഇതൊക്കെ ഇപ്പോഴത്തെ പാട്ടുകൾ. നിങ്ങൾ പാടിയ നിങ്ങളുടെ കാലത്തെ പാട്ട് കുറച്ച് നാളെ ഇതിന് മേലെ നമ്മൾ കേൾക്കേണ്ടി വരും. ഇവിടെ നിന്ന് അപ്പോഴെപ്പോഴും വരും 3 കൊടിയായിട്ട് ഓരോ തവണ ഓരോന്നായിട്ട് പൊക്കിക്കൊണ്ട് വരും. ആഞ്ഞു വാ കൊച്ചിന്റെ മോളെ, എന്റെ മോളെ കുഞ്ഞ മാറ. രാത്രി ആകുമ്പോ നമ്മള് ഇൻകമ്മി കൊടുത്ത് ഉറക്കും. അവിടെയാണ് ഇൻകമ്മി ഒക്കെ കൊടുത്ത് ഉറക്കണത് അല്ലേ മക്കളെ? എങ്ങനെ ഇൻകമ്മി കൊടുത്ത് ഉറക്കണമെന്ന് കാണിച്ചാണ് കാണിച്ചു. ഇത് എവിടെ കൊച്ചാണ് 650 രൂപ നമ്മൾ വാങ്ങിച്ച കൊച്ചു. 650. എന്റെ ചെറുമോളെ മക്കളെ പേരെന്തിന്? എന്റെ മോളെ ഇതെന്റെ മോളെ ഇതെന്റെ മരുമോളുടെ മോളുടെ മോൾ. നിങ്ങളെ ഏറ്റവും മൂത്തിരിക്കണ മുത്തശ്ശിയാണ് ഇപ്പം. ഇതാണ് എന്റെ ചെറുകുട്ടി. പാടി ആദ്യം നീ പാടുന്നിട്ട് ഞാൻ ഫുള്ള് പാടാം. അങ്ങനെ പിടിക്കാൻ പാടില്ലേ? ഇങ്ങനെ പിടിക്കാൻ പാടില്ലേ? പാടി കുഞ്ഞി പാട് പാട് പാട്. പിന്നെ ഇനി ഞാൻ പാടട്ടാ മുഴുവൻ. കൊച്ചിനടിക്കും. ഓരപ്പടയുടെ ചായം പിള്ളേരണം. ഇനി കറക്റ്റ് വേണം. കൊള്ളാമോ? ചെവിയൊക്കെ പിടിച്ചിട്ട് സുഖമുണ്ടാ?
ആള് നോക്കി കുട്ടി ഒന്നുകൂടെ പാടി പ്ലീസ് അടിക്കുന്നു നിന്റെ മുതുമുത്തശ്ശിയാണ് കൊടുക്കടി കൊച്ചിനാ. ഒന്നുകൂടെ പാടി മിണ്ടായിരുന്നാണ് ചുമ്മാ ഇരുന്ന് ഓടുന്നത്. കയ്യുമില്ല കാലുമില്ല ആൾക്കാരെ. കാലുമില്ല കയ്യുമില്ല. കാലുമില്ല കൈയില്ല. ഞാൻ കാണിച്ചു ഇതാണ് കൈ. ഇതാണ് കാല്. അയ്യോ അയ്യോ കൊച്ചിന്റെ കണ്ണിൽ എന്തിനാ ഇരിക്കുന്നത്? കൊച്ചിനെ കൊണ്ട് വേണമെങ്കിൽ അമ്മ എന്നുള്ള നിലയ്ക്ക് നീ പിടിച്ചു വാങ്ങാനുള്ള അർഹതയുള്ളൂ. പോയി വാങ്ങിച്ചിട്ടോ. അപ്പൊ ഓണത്തിന്റെ തിരക്ക് നിങ്ങളെ പോലെ നമുക്കും ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ആകെ ഒരു ചെറിയൊരു സങ്കടമായിപ്പോയി ഒരു ഓണമായിപ്പോയി ഇപ്രാവശ്യം. അതിന്റെ ഒരു ചെറിയ വിഷമമുണ്ട്. എന്നാലും സാരമില്ല, അമ്മയ്ക്ക് ഓണാഘോഷമൊക്കെ വേണം. ഈ പറഞ്ഞതുപോലെ നമ്മള് ഈ അടുത്ത വർഷം എന്താണെന്ന് ഒരു പിടിയില്ലല്ലോ. അപ്പൊ ഇപ്പം പറ്റുമെങ്കിൽ കഴിഞ്ഞ വർഷം നമ്മൾ സെലിബ്രേറ്റ് ചെയ്തില്ല. കഴിഞ്ഞ വർഷം സെലിബ്രേറ്റ് ചെയ്ത അതിന്റെ അങ്ങേ വർഷം സെലിബ്രേറ്റ് ചെയ്തില്ല. എനിക്ക് പനിയൊക്കെ വന്നിട്ട് ഇങ്ങനെ കിടപ്പായിരുന്നു. അപ്പൊ അത് എന്നെ വല്ലാണ്ട് വിഷമിപ്പിച്ചു. എനിക്ക് എണീക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ ഒന്നും വെക്കാതിരുന്നത്. പക്ഷെ എല്ലായിടവും ചുറ്റും സദ്യയും പായസത്തിനും മണത്തിയപ്പോ പിള്ളേർക്ക് ആകെ സങ്കടമായി. അങ്ങനെയാണ് പിന്നെ കഴിഞ്ഞ വർഷത്തെ ഓണാഘോഷം നിങ്ങൾ കണ്ടല്ലോ, എല്ലാവരും കണ്ടതാണ്. അതുപോലെ ഇപ്രാവശ്യം പറ്റുന്ന രീതിയിൽ ചെയ്യണമെന്നുണ്ട്. ഇങ്ങനെ പറഞ്ഞില്ലേ, എനിക്ക് ഭയങ്കര വിഷമമായിപ്പോയി. ഒരു വല്ലാത്തൊരു സങ്കടമായി. പിന്നെ ദീപാവലിയൊക്കെ വരുമ്പോ അതാണ് ഇനി നമുക്ക് അവിടെ മിസ്സാവണത് ദീപാവലിയാണ്. കാര്യം ദീപാവലി പൊതുവെ പട്ടികൾക്കൊക്കെ ഈ പടക്കമൊക്കെ ഭയങ്കര പേടിയില്ല. ഇവിടെ ബാക്കിയകത്ത് കടിച്ചെടുത്തോണ്ട് അത്രയും കിടന്ന് ഓടും. അവളെ വായിലിരുന്നാണ് തർപ്പം, മറ്റേ കറച്ചക്കറ അത് കമ്പിത്തിരി വായിൽ വെച്ചിട്ടാണ് അവളെ കൊണ്ട് ഓടണത്. അവൾക്ക് അത്രയും ഇഷ്ടമാണ് പടക്കം. ദീപാവലി സമയം അവളെ ഭയങ്കര ആഘോഷമാണ്. ബാക്കി ഒറ്റ പട്ടികളെ കൂട്ടിന്ന് വെളി ഇറങ്ങൂല. പക്ഷെ അവള് മാത്രം അതും കൊണ്ട് ഇവിടെ കിടന്ന് ഓടി. ഭയങ്കര വിളിയാണ് തുറന്നു വിട്ടില്ലെങ്കിൽ. അത് ദീപാവലി ആകുമ്പോ എനിക്ക് അതൊക്കെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യും. കഴിഞ്ഞു. ഞാൻ കുളിക്കണില്ലേ അമ്മ? കുളിക്കാതെ ഈ പൊട്ടും കരിയൊക്കെ ഇട്ടതിന് എപ്പോഴാണ് ഫോട്ടോ ഓടിക്കണെന്ന് അറിഞ്ഞുകൂടാതെ അതുകൊണ്ട് വരും. ശരി ശരി, ഞാൻ പോയി കുളിച്ചിട്ട് വരും. ഇപ്പൊ മണി എത്രയായി? മണി 2 ആയമ്മ. 2 ചവറും പറക്കിക്കൊണ്ടേ പോകുള്ളൂ. ഇത് പതക്കെ അങ്ങോട്ട്. ഓ ശരി ശരി.